ഏകദേശം ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്ന ഒരു വീഡിയോയാണ് 10 രൂപയുടെ ഒരു കുപ്പി പാരച്യൂട്ട് കൊണ്ട് അഭിഷേകം നടത്തി ജീവിതം മാറി മറിഞ്ഞ ഒരു പാസ്റ്ററുടെ അനുഭവ സാക്ഷ്യം. ഇനി അതിൽ പിടിച്ചാടോ ഈ കൃഷ്ണമൂർത്തി കളിക്കാൻ പോകുന്നത്? ഒരു പാരച്യൂട്ടിന്റെ 10ന്റെ ബോട്ടിൽ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ആ മനുഷ്യൻ എന്റെ തലയുടെ മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ചു. ഒരു സ്വത്രം പറഞ്ഞേ. ഒരാൾ പാസ്റ്ററുടെ തലയിലേക്ക് 10 രൂപയുടെ ഒരു പാരച്യൂട്ടിന്റെ ബോട്ടിൽ പൊട്ടിച്ച് ഒഴിച്ചു. ഒരു സ്തോത്രം പറഞ്ഞെന്ന്. എന്തിനാ പാസ്റ്ററെ? എന്തിനാ സ്തോത്രം പറയുന്നത്? എന്തിനാ വിശ്വാസികളെ ഇങ്ങനെ നാണം കെടുത്തുന്നത്? ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. നിങ്ങൾക്കൊരു ബിസിനസ് മാത്രമാണ് ഈ ബൈബിൾ, അല്ലേ? ബൈബിൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ബൈബിൾ കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ ഒരു കാലത്തും വിശ്വാസികളെ വേദനിപ്പിക്കുന്ന തരത്തിൽ പരിഹാസ്യരാക്കുന്ന വിധത്തിൽ ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയില്ല. ഒരു തോക്കെടുത്തിറങ്ങിക്കോ, മനുഷ്യനെ കൊന്നു കാശുണ്ടാക്കുന്നതാ ഇതിലും ഭേദം. അമ്മ മുമ്പിലിരുന്ന ഞാൻ ആ എണ്ണ ഒഴിച്ചതിൽ പിന്നെ ഞാൻ പുറകോട്ട് പോയി. എഴുന്നേറ്റ് വരുമ്പോ എന്റെ നാവിൽ പുതിയൊരു ഭാഷയുണ്ട്. പാരച്യൂട്ടിന്റെ ഒരു 10ന്റെ കുപ്പി പൊട്ടിച്ച് തലയിലോട്ട് ഒഴിച്ചപ്പം എഴുന്നേറ്റ് പുറകോട്ട് ചെന്നിരുന്നു. പിന്നീട് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പം നാവേൽ ഒരു പുതിയ ഭാഷ ഉണ്ടായിരുന്നെന്നാ പറയുന്നത്. ഇവരൊന്നും ബൈബിളിലല്ല ജീവിക്കുന്നത്, ബൈബിളല്ല ഈ പറഞ്ഞു നടക്കുന്നത്. സ്വന്തമായിട്ട് കുറെ ദർശനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്വന്തമായിട്ട് കുറെ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കി വെച്ചിട്ട് അതൊക്കെ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. എന്തും ചെയ്യാൻ മടിക്കാത്ത എംബോക്കിയാണവൻ. ചെകുത്താൻ ഭൂമി വന്ന് പറഞ്ഞിരിക്കുക അവന്റെ രൂപത്തിൽ. ഇവരെ പോലെയുള്ളവരൊക്കെയാണ് സുവിശേഷ പ്രസംഗത്തെ വളരെ പരിഹാസ്യമാക്കി മാറ്റിയത്. ഇപ്പോൾ യഥാർത്ഥ സുവിശേഷ പ്രാസംഗികരെ കണ്ടാലും ഒരു എന്താണ്, നിങ്ങൾ ഇങ്ങനെ നടക്കുന്നതല്ലേ, തട്ടിപ്പും പറ്റീരുമായിട്ട് നടക്കുന്ന ആളുകളല്ലേ എന്ന രീതിയിൽ മനുഷ്യർ കളിയാക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോമഡിയാക്കി സുവിശേഷ പ്രസംഗത്തെ മാറ്റിയത് ഇവരെ പോലെയുള്ളവർ തന്നെയാണ്, അല്ലാതെ പുറത്തുനിന്ന് ആരുമല്ല. എനിക്ക് എന്തായാലും നഷ്ടപ്പെടാനൊന്നുമില്ല. പോയി തൂങ്ങിച്ചവിടാ, അതാ അന്തസ്സുള്ളവൻ ചെയ്യേണ്ടത്. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും